എല്ലാവരെയും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. ആദ്യം തന്നെ മാതാവിനോട് ഒരായിരം നന്ദി പറയുവാണ്. കാരണം അമ്മ മാതാവ് ഈ ചാനലിലൂടെ അനേകം അത്ഭുതങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മ മാതാവ് വെളിപ്പെടുത്തിയതാണ് ഈ ചാനലിലെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ ലൈവിലും പങ്കെടുക്കുന്ന മക്കളെ അമ്മ മാതാവ് സ്വന്തം മക്കളായിട്ട് ഏറ്റെടുക്കുമെന്നുള്ളത്. അതുപോലെ തന്നെ ഈ പ്രാർത്ഥന അമ്മ മാതാവ് വെളിപ്പെടുത്തിയെന്ന പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നിങ്ങൾ മുഴുവനായിട്ട് പങ്കുചേരണം, നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തതിന് ശേഷം നിങ്ങൾ ലൈവിൽ എല്ലാ ദിവസവും വൈകിട്ട് 7:30 നടത്തുന്ന ലൈവിൽ നിങ്ങൾ അധിക ഭക്തിയോട് കൂടെ തന്നെ പങ്കുചേരുക. കാരണം അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവാണ്, അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്ന ലൈവാണ്. അമ്മയോട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ നേരിട്ടാണ് സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രാർത്ഥന നിങ്ങൾ മുഴുവനായിട്ട് പങ്കുചേർന്നതിന് ശേഷം നിങ്ങളുടെ ആവശ്യം അത് എന്ത് തന്നെയാണെങ്കിലും കമൻറ്റായിട്ട് ഇടുകയും ഈ പ്രാർത്ഥന മറ്റു മക്കളിലേക്ക് അമ്മ മാതാവിനെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യാം. അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഞാൻ ഉറപ്പ് പറയും നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവുന്നതാണ്. കാരണം ഈ പ്രാർത്ഥനയിൽ ഈ ചാനലിലെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന മക്കളെ അമ്മ മാതാവ് സമ്പന്നരാക്കുകയും അതുപോലെ തന്നെ സന്തോഷത്തിലും സമാധാനത്തിലും അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം അമ്മ മാതാവ് അവർക്ക് നൽകുന്നുണ്ട്. അനേകം അത്ഭുതങ്ങൾ അമ്മ മാതാവ് അതുപോലെ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥനയിൽ മുഴുവനായിട്ട് പങ്കുചേരുക. അധിക ഭക്തിയോടുകൂടി തന്നെ ഈ പ്രാർത്ഥനയിൽ മുഴുവനായിട്ട് പങ്കുചേർന്നുകൊണ്ട് നിങ്ങൾ ലൈവിലും പങ്കെടുക്കുക. ഈ രണ്ട് കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഞാൻ ഉറപ്പ് പറയും നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവുന്നതാണ്. കാരണം അമ്മ മാതാവ് അനേകം അത്ഭുതങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അനാഥാലയത്തിന് വേണ്ടിയുള്ള എല്ലാ ദിവസത്തെ ഭക്ഷണവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനലിൽ കയറി ജോയിൻ എന്നത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾ ലൈവിൽ അതീവ ഭക്തിയോട് കൂടെ തന്നെ പങ്കുചേരുക. ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങളുടെ എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളിൽ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതായിരിക്കും. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. എല്ലാ മക്കളെയും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനായിട്ട് വന്നിരിക്കുന്ന ഈ മക്കൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളോട് കടന്നു പോകുന്നവരാണ്. അമ്മേ മാതാവേ, ഇവരുടെ ഓരോ പ്രശ്നങ്ങളും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഇവരുടെ ഓരോ ആവശ്യങ്ങളും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഇവർ നേരിടുന്ന ഓരോ ബുദ്ധിമുട്ടുകളും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അമ്മേ മാതാവ്, ഇവരെ കൈവിടരുത്. ഈ മക്കളെയും അമ്മ മാതാവ് ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വന്തം മക്കളാക്കി ഏറ്റെടുക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് വെളിപ്പെടുത്തിയതനുസരിച്ച് ഈ മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് ലൈവിലും അതിഭക്തിയോട് കൂടെ തന്നെ പങ്കുചേരുന്നതാണ്. അമ്മേ മാതാവ്, ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. ഈ മക്കളുടെ എല്ലാ കഷ്ടതകളും അമ്മ മാതാവ് എടുത്തു നീക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. എത്രയോ വലിയ സ്നേഹമാണിത്, എത്രയോ വലിയ കരുതലാണിത്. അമ്മ മാതാവ് പ്രത്യേകമായിട്ട് ഈ മക്കളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുന്നു. ഈ മക്കളുടെ എല്ലാ കഷ്ടതകളും എല്ലാ ബുദ്ധിമുട്ടുകളും അമ്മ മാതാവ് ഏറ്റെടുത്തുകൊണ്ട് ഇവരെ അമ്മ മാതാവ് സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ഈ മക്കളുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവ്, ഈ മക്കളുടെ ഓരോ പ്രശ്നങ്ങളും ഞാനിപ്പോൾ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. എനിക്കറിയാം അമ്മ മാതാവ് അനേകം അത്ഭുതങ്ങൾ ഈ ചാനലിലൂടെ നടത്തുന്നുണ്ട്. അമ്മ മാതാവിൻ്റെ അനേകം ഇടപെടലുകൾ ഈ ചാനലിലൂടെ അമ്മ മാതാവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മ മാതാവ് വെളിപ്പെടുത്തിയതനുസരിച്ച് ഈ മക്കളെ അമ്മ മാതാവ് ലൈവിൽ പങ്കെടുപ്പിക്കുകയും അതുപോലെ തന്നെ ലൈവിലൂടെയും ഇവരുടെ ആവശ്യങ്ങൾ നേരിട്ട് സമർപ്പിക്കുകയും അമ്മയിലൂടെ തന്നെ ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മ ഇവരെ ഒരുക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അമ്മേ മാതാവേ, ഈ മക്കളെ അമ്മ മാതാവ് പൂർണ്ണമായിട്ടും ഏറ്റെടുത്തുകൊണ്ട് ഇവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അമ്മ മാതാവ് ഇവരെ വിടുവിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, ഈ മക്കളെ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. ഈ മക്കളെ അമ്മ മാതാവ് കൈവിടരുതേ. അമ്മേ മാതാവേ, ഈ മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അമ്മ മാതാവ് എടുത്തു നയിക്കണമേ. കാരണം അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളാക്കി ഏറ്റെടുത്തിരിക്കുന്ന മക്കളുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറ്റുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയുടെ നന്ദി പറയുവാണ്. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് ഈ മക്കളെ അമ്മ മാതാവ് വിടുവിക്കണമേ. അമ്മേ മാതാവേ, ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. അമ്മേ മാതാവേ, ഈ മക്കൾ തൊടുന്നതെല്ലാം പൊന്നായി മാറുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഈ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാവണമേ. അമ്മേ മാതാവേ, ഈ മക്കൾ അമ്മയെ കണ്ടെത്തിയിരിക്കുകയാണ്, അമ്മയിലേക്ക് വന്നിരിക്കുകയാണ്. അമ്മേ മാതാവേ, അമ്മ മാതാവ് ഈ മക്കൾക്ക് ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾ ഈ ലോകത്തുണ്ടായിട്ട് അമ്മ മാതാവ് ഈ മക്കൾക്ക് അവസരം ഒരുക്കി കൊടുത്തതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. ഈ മക്കളെ അമ്മ മാതാവ് തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. എത്രയോ വലിയ സ്നേഹമാണിത്, എത്രയോ വലിയ കരുതലാണിത്. അമ്മ മാതാവ് വെളിപ്പെടുത്തി ഉറപ്പ് നൽകിയ കാര്യമാണ്. അമ്മ മാതാവിൻ്റെ ഇടപെടൽ എക്കാലവും എൻ്റെ സ്വന്തം മക്കളുടെ കൂടെ ഉണ്ടാവുമെന്നുള്ളത്. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ അമ്മ മാതാവ് കടബാധിതയാലും ബുദ്ധിമുട്ടുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. ഈ മക്കളുടെ കടബാധിതകളൊക്കെ മാറ്റിക്കൊണ്ട് സാമ്പത്തിക ഉയർച്ചയിലൂടെ സമ്പന്നതയിലൂടെ ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ. ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. അതുപോലെ തന്നെ അമ്മ മാതാവ് ജോലിയില്ലാത്ത മക്കളും ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവർക്ക് ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവ്, ഈ മക്കൾ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കളാണെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് ഇവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ എടുത്തു നോക്കിക്കൊണ്ട് അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ സന്തോഷത്തോടെ സമാധാനത്തോടു കൂടെ ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുവാണ്. വിദേശ ജോലി ആഗ്രഹിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അമ്മ മാതാവ് അവർക്ക് ജോലി ഒരുക്കി കൊടുക്കണമേ. അമ്മയുടെ പ്രത്യേക കാര്യത്തിൽ ഈ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയുടെ നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മേ മാതാവ് ഇവരുടെ കാര്യത്തിൽ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നുണ്ട്. നേഴ്സുമാർ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവരുടെ കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ.
അമ്മ മാതാവ് ഇവരെ ചേർത്ത് പിടിക്കണമേ. ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അമ്മ മാതാവിൻ്റെ പക്കലേക്ക് എത്തിക്കൊണ്ട് അമ്മ മാതാവിൻ്റെ പ്രസൻസോട് കൂടി തന്നെ എല്ലാ കാര്യവും ശരിയായ രീതിയിൽ നടക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ പ്രത്യേകമായിട്ടുണ്ടാവണമേ. അതുപോലെ തന്നെ അമ്മ മാതാവ് ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവർക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാവണമേ. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻ്റർവ്യൂ ഇല്ലെങ്കിൽ എക്സാം എഴുതാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടലുണ്ടാവണമേ. ഈ മക്കളെ അമ്മ മാതാവ് പൂർണ്ണമായിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മയുടെ പക്കലേക്ക് അമ്മ മാതാവ് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മക്കളെ അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അമ്മയുടെ ഇടപെടൽ പ്രത്യേകമായിട്ട് ഈ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്ത രീതിയിലുള്ള അനേകം അത്ഭുതങ്ങളാണ് അമ്മ മാതാവ് ഈ ചാനലിലൂടെ നടത്തുന്നത്. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഈ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാവണമേ. ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അമ്മ മാതാവ് ഈ മക്കളുടെ എല്ലാ തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അമ്മ മാതാവ് എടുത്ത് നീക്കിക്കൊണ്ട് ഈ മക്കൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇവർക്ക് ജോലി ചെയ്ത് ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മ മാതാവ് ഈ മക്കളെ ഒരുക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഇടപെടുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. വിവാഹം നടക്കാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവരുടെ വിവാഹം നടക്കുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാവണമേ. അതുപോലെ തന്നെ സാലറി കൂട്ടി കിട്ടുവാനോ ഇല്ലെങ്കിൽ കമ്പനി മാറുവാനോ ആഗ്രഹിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അത് അമ്മ മാതാവ് നടത്തി കൊടുക്കണമേ. അമ്മ മാതാവ് ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരാപത്തും കൂടാതെ അമ്മ മാതാവ് കാത്ത് സംരക്ഷിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. മക്കളില്ലാത്ത ദമ്പതികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവെ അവർക്ക് മക്കളുണ്ടാകുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകണമേ. ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊണ്ട് നല്ലൊരു കുടുംബമാക്കി തീർക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളുടെ കുടുംബങ്ങളെ ഞാൻ അമ്മയുടെ പക്കലേക്ക് സമർപ്പിക്കുന്നു. അവരേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയോ സന്തോഷവും സമാധാനമില്ലായ്മയോ ഉണ്ടാവുകയാണെങ്കിൽ അമ്മ മാതാവ് അതെല്ലാം പൈശാചിക ബന്ധനമാണ്. അതെല്ലാം അമ്മ മാതാവ് എടുത്ത് നീക്കിക്കൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ ഭവനത്തിൽ അമ്മ മാതാവിന് പ്രത്യേക സംരക്ഷണം ഉണ്ടാവണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്. ആ കുടുംബത്തിലേക്ക് സന്തോഷം സമാധാനം അമ്മ മാതാവ് നിറയ്ക്കണമേ. അമ്മയുടെ സംരക്ഷണ വലയം അവരുടെ കുടുംബത്തിലേക്ക് നിറയ്ക്കണമേ. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവെ അതെല്ലാം എടുത്ത് നീക്കിക്കൊണ്ട് അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടായിക്കൊണ്ട് അമ്മയിലൂടെ തന്നെ അമ്മയുടെ കൈ പിടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മക്കളായി മാറ്റുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാവണമേ. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അമ്മ മാതാവെ ഇവരുടെ രോഗാവസ്ഥകളൊക്കെ എടുത്തു നീക്കിക്കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാവണമേ. അതുപോലെ തന്നെ ജന്മന ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കളാണെങ്കിൽ അമ്മ മാതാവെ അത് അമ്മ മാതാവ് എടുത്ത് നീക്കണമേ. അമ്മ മാതാവ് പ്രത്യേകമായിട്ട് ഈ മക്കളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്ത രീതിയിലുള്ള അനേകം അത്ഭുതങ്ങളും അനേകം അനുഗ്രഹങ്ങളുമാണ് അമ്മ മാതാവ് ഈ ചാനലിലൂടെ നടത്തുന്നത്. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ അമ്മ മാതാവെ ഏതെങ്കിലും തരത്തിൽ ഒറ്റപ്പെട്ടു പോയ മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകണമേ. മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തി കഴിയുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് ഈ ഒറ്റപ്പെടുത്തിയവരെല്ലാം തന്നെ ഈ മക്കളിലേക്ക് വന്നുകൊണ്ട് ഈ മക്കളെ ബഹുമാനിക്കുവാനും ഈ മക്കളിൽ ആശ്രയം തേടുന്ന സാഹചര്യം അമ്മ മാതാവ് ഒരുക്കണമേ. അമ്മ മാതാവ് ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ് അമ്മ മാതാവ്. അതുപോലെ തന്നെ ഈ ചാനലിലെ പ്രാർത്ഥനകൾക്കെല്ലാം ആവശ്യങ്ങൾ കമൻ്റായിട്ട് ഇടുന്നവരുടെ ആവശ്യങ്ങൾ അമ്മയുടെ പക്കലേക്ക് സമർപ്പിക്കുന്നു. ആ ആവശ്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ അമ്മ മാതാവേ. അതുപോലെ തന്നെ അമ്മ മാതാവിന് മറ്റു മക്കളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ചാനലിലെ പ്രാർത്ഥന വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന മക്കളെ അമ്മയുടെ പക്കലേക്ക് സമർപ്പിക്കുന്നു. അവരെ പ്രത്യേകമായിട്ട് അമ്മ മാതാവ് കരുതുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയുടെ നന്ദി പറയുകയാണ്. ഇപ്പോൾ ഈ മക്കൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അമ്മയുടെ പക്കലേക്ക് എത്തിക്കൊണ്ട് അമ്മ മാതാവ് അതിനൊരു ഉത്തരം നൽകണമേ അമ്മ മാതാവേ. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾ സമർപ്പിക്കാം. അമ്മ മാതാവ് ഇപ്പോൾ ഈ മക്കൾ സമർപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥന അമ്മയുടെ പക്കലേക്ക് എത്തിയിരിക്കുന്നു. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എക്കാലവും അമ്മയുടെ കൂടെ തന്നെ ഈ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ഈ മക്കളുടെ പ്രാർത്ഥനയിൽ അമ്മയുടെ ഇടപെടലുണ്ടായതിനെ ഓർത്ത് ഞാൻ അമ്മയുടെ നന്ദി പറയുവാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്ത രീതിയിലുള്ള സ്നേഹമാണ് അമ്മ മാതാവിൻ്റേത്. അമ്മ മാതാവ് ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് ഇവരുടെ എല്ലാ പ്രശ്നങ്ങളിലും ഏറ്റെടുത്തുകൊണ്ട് അമ്മ മാതാവ് ഇവരെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയുടെ നന്ദി പറയുന്നു. എല്ലാ മക്കളെയും അമ്മ മാതാവ് ഏറ്റെടുത്തുകൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്നു. എല്ലാ മക്കളും ലൈവിലും പങ്കുചേരുക. അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടായിരിക്കുന്നു.